Hello and welcome back. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. 2x square minus 5x plus 3 equal to 0. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇത് ഫാക്ടറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ അല്ലേ. നമ്മൾ ജനറൽ ഇക്വേഷൻ കണ്ടിരുന്നു ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ എയുടെ വാല്യൂ എന്താണ്? എ എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് -5 ആണ്. ഓക്കെ, ആ മൈനസ് മറക്കരുത്. സി എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, ആ രണ്ട് നമ്പർ നമുക്ക് ആൽഫ ബീറ്റ എന്ന് എടുക്കാം. ആൽഫയും ബീറ്റയും. ഓക്കെ, ആ രണ്ട് നമ്പർ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആൽഫ ബീറ്റ വേണ്ട, കാരണം നമ്മളത് പിന്നെ ഇതിൻ്റെ റൂട്ട്സ് എഴുതുമ്പോൾ ആൽഫ ബീറ്റ എന്നാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് നമ്പർ പിയും ക്യൂവും. ഓക്കെ, അതെന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി പ്ലസ് ക്യൂ. ആ രണ്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഇതായിരിക്കും ബി, അതായത് -5 കിട്ടണം. ഓക്കെ, രണ്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -5 കിട്ടണം. ആ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഈ എ ഇൻറ്റു സി ആയിരിക്കും. ഓക്കെ, എ ഇൻറ്റു സി എന്ന് പറയുമ്പോൾ എന്താണ്? 2 × 3 ഈക്വൽ ടു 6. ഓക്കെ, അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5 കിട്ടണം. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്താലോ ഈ 2 × 3. ഓക്കെ, 2 × 3 അതായത് 6 കിട്ടണം. ഓക്കെ, അങ്ങനത്തെ രണ്ട് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? -5. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ 2 × 3 6. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ആ രണ്ട് നമ്പർ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5. ഓക്കെ, അപ്പോൾ 6 കിട്ടാവുന്ന പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? 2 × 3 വേണമെങ്കിൽ ചെയ്യാറുന്നു. ഓക്കെ, 2 × 3 ചെയ്യാം. ഇവിടെ +6 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ രണ്ട് നമ്പറും പോസിറ്റീവ് ആയിരിക്കണം, ഇല്ലെങ്കിൽ രണ്ട് നമ്പറും നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 × 3 ചെയ്താൽ +6 കിട്ടും. ഇല്ല, പക്ഷെ അത് ആഡ് ചെയ്താലോ 2 + 3 ചെയ്താൽ 5 കിട്ടുള്ളൂ, -5 കിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടെ? -2 × -3. അത് ചെയ്താലും നമുക്ക് +6 തന്നെ കിട്ടും. അത് ആഡ് ചെയ്താലോ -2 -3 എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണ്ട നമ്പേഴ്സ് എന്തൊക്കെയാണ്? -2ഉം -3ഉം ആണ്. ഓക്കെ, അപ്പോൾ ആ നമ്പേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ -2 -3 എന്നുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 2x² സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് തൽക്കാലം മായ്ക്കുകയാണ്. അതിൻ്റെ മിഡിൽ ടേം ഉണ്ടല്ലോ, നമ്മുടെ മെത്തേഡിൻ്റെ പേര് തന്നെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ 2x² അങ്ങനെ തന്നെ എഴുതാം. 2x². ഓക്കെ, ഈ -5xനെ നമുക്ക് കിട്ടിയ രണ്ട് നമ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ എന്ത് എഴുതും? -2x -3x എന്ന് എഴുതും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ +3 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ -5xനെ നമ്മൾ -2x -3x എന്ന് സ്പ്ലിറ്റ് ചെയ്തു. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തു മിഡിൽ ടേം. ഓക്കെ, നടുക്കലത്തെ ടേം സ്പ്ലിറ്റ് ചെയ്തു. അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള നമ്പേഴ്സാണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6. അങ്ങനെ രണ്ട് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചത് വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ രണ്ട് നമ്പർ ഗ്രൂപ്പ് ചെയ്യുക. ആദ്യത്തെ രണ്ട് നമ്പർ ഗ്രൂപ്പ് ചെയ്യുക, രണ്ടാമത്തെ രണ്ട് നമ്പറും ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ടേംസും നമ്പേഴ്സൊക്കെ പുറത്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ടേം നോക്കിക്കഴിഞ്ഞാൽ 2x² - 2x അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടിടത്തും 2 ഉണ്ട്. അപ്പോൾ 2 കോമൺ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ എന്താണ്, രണ്ടിലും x ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സും കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2x² നിന്ന് 2x പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2x² 2x വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കട്ട് ചെയ്ത് പോകും. എക്സും x² കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഒരു x മാത്രം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് x ആയിരിക്കും.
ഇത് ഡിവൈഡ് ചെയ്താണ് കിട്ടിയേക്കുന്നത് 2x² ഡിവൈഡഡ് ബൈ 2x. ഓക്കെ, അല്ലെങ്കിൽ 2x² നിന്ന് 2x പോയി കഴിഞ്ഞാൽ അവിടെ ബാലൻസ് x ആണ് വരുന്നത്. ഇനി ഇവിടെ എന്താ വരുന്നത്? മൈനസ് 2x നിന്ന് അല്ലെങ്കിൽ 2x ഡിവൈഡഡ് ബൈ 2x ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഓർത്തോ? 2x ഇൻറ്റു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2x² കിട്ടും. 2x ഇൻറ്റു -1 ചെയ്താൽ -2x കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടേമോ? അടുത്ത ടേം ഇവിടെ 2 നോക്കിക്കഴിഞ്ഞാൽ 3 മാത്രമേ കോമൺ ഉള്ളൂ. ഓക്കെ, എക്സ് കോമൺ ആയിട്ടില്ല. രണ്ടാമത്തെ 3ൽ എക്സ് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 മാത്രം കോമൺ ഉണ്ട്. അപ്പോൾ ഉള്ളത് -3 എന്ന് എടുത്തു. അപ്പോൾ -3 എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ -1 വരും. കാരണം ഈ -3 ഇൻറ്റു -1 ചെയ്താലാണ് ഇവിടെ ഉള്ള +3 എന്ന് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു 0. ഇനി ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് -3 എടുത്തത്? +3 എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് എനിക്ക് -x+1 എന്ന് വരും. ഓക്കെ, പക്ഷെ നമുക്കിവിടെ വേണ്ടത് ഇവിടെയും ഇവിടെയും ഈ 2 ബ്രാക്കറ്റിലും വന്ന കാര്യം സെയിം ആയിരിക്കണം. ഓക്കെ, ഇവിടെ x-1 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ബ്രാക്കറ്റിലും x-1 എന്ന് തന്നെ വേണം വരാനായിട്ട്. ഓക്കെ, ഇനി അങ്ങനെ രണ്ടിടത്തും x-1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ടേമിൽ നിന്നും x-1 കോമൺ എടുക്കാം. അപ്പോൾ x-1 കോമൺ എടുത്തു. അപ്പോൾ ഈ ഒരു ടേമിൽ നിന്ന് x-1 പോയി കഴിഞ്ഞാൽ ബാലൻസ് എന്താ ഉള്ളത്? 2x മാത്രമാണ്. ഓക്കെ, അപ്പോൾ 2x മൈനസ് ഇവിടെ നിന്ന് x-1 പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് 3 ആണ്. അപ്പോൾ ഈക്വൽ ടു 0. അതായത് ഈ x-1 കോമൺ എടുക്കുക, അതിനുശേഷം ബാലൻസ് വന്നത് 2xും ഇവിടെ -3 ആണ്. അപ്പോൾ അത് ഒരുമിച്ച് എഴുതുക, 2x - 3 ഈക്വൽ ടു 0 എന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? 2 നമ്പർ, ഇവിടെ ഒരു നമ്പർ, ഇവിടെ ഒരു നമ്പർ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയെന്നാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ ഒരെണ്ണമെങ്കിലും 0 ആയിരിക്കണം അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ x-1 ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? x-1 0 ആവണമെങ്കിൽ x ഈക്വൽ ടു 1 ആയിരിക്കണം. അതല്ല, സെക്കൻഡ് വൺ 2x - 3 0 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2x ഈക്വൽ ടു 3 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +3 എന്ന് വരും. അപ്പോൾ x ഈക്വൽ ടു 3/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 റൂട്ട്സ് കിട്ടി. റൂട്ട്സ് ഓഫ് ഇക്വേഷൻ ആർ എന്താണ്? 1ഉം 3/2ഉം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ആ ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം, ഒന്നും കൂടി ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട്. (6x² - x - 2 = 0). ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് സമ്മ് എന്താണ് കിട്ടേണ്ടത്? 2 നമ്പർ കണ്ടുപിടിക്കണം. അതിൻ്റെ സം എന്തായിരിക്കണം? ഈ ഇവിടെ കിടക്കുന്ന വാല്യൂ. ഓക്കെ, അതായത് സം എന്തായിരിക്കും? -1 ആയിരിക്കണം. ഇനി പ്രോഡക്റ്റ് എന്തായിരിക്കണം? പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 6 ഇൻറ്റു -2. ഓക്കെ, ആ മൈനസുകൾ ഒരിക്കലും മിസ്സാവരുത് കേട്ടോ. 6 ഇൻറ്റു -2 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 6 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -12 എന്ന് വേണം. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് -12 വേണം, സമ്മ് -1 വേണം. ഇപ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ 12 കിട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇപ്പോൾ 6 ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ 6ഉം 2ഉം കൂടി കമ്പൈൻ ചെയ്താൽ ഒരിക്കലും 1 വരില്ല. പിന്നെ വേറെ എന്താ ഓപ്ഷൻ ഉള്ളത്? 3ഉം 4ഉം. ഓക്കെ, 3ഉം 4ഉം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 - 3 അല്ലെങ്കിൽ -4 + 3 ചെയ്ത് കഴിഞ്ഞാൽ -1 വരും. അപ്പോൾ ആദ്യം നമ്പേഴ്സ് കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സൈനിനെ പറ്റി ചിന്തിക്കാം. അപ്പോൾ 4ഉം 3ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ പ്രോഡക്റ്റിൽ നെഗറ്റീവ് അല്ലേ ഉള്ളത്? അപ്പോൾ അതിനർത്ഥം 4 അല്ലെങ്കിൽ 3 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറും നെഗറ്റീവ് ആവുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സമ്മ് നെഗറ്റീവാണ്. അപ്പോൾ സമ്മ് നെഗറ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? വലിയ നമ്പർ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ -4ഉം 3ഉം ആയിരിക്കും നമ്പേഴ്സ്. കാരണം എന്താണ്? -4 ഇൻറ്റു 3 ചെയ്താൽ -12 കിട്ടും. അതുപോലെ -4 + 3 ചെയ്ത് കഴിഞ്ഞാൽ -1 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സമ്മ് മൈനസ് ആണെങ്കിൽ നമുക്കിവിടെ വലിയ നമ്പർ വേണം മൈനസ് ആക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ -x എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം മിഡിൽ ടേം എടുക്കുക, -x എന്നുള്ളത്. ആ -xനെ നമ്മൾ എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്? ഈ 2 നമ്പേഴ്സായിട്ട്. ഓക്കെ, -4ഉം 3ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആദ്യം -4, അതിനുശേഷം 3, അല്ലെങ്കിൽ 3 അത് കഴിഞ്ഞ് -4, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ബട്ട് ഇവിടെ 6ഉം 3ഉം കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ 2ഉം 4ഉം കോമൺ ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ
ആദ്യം തന്നെ ഇവിടെ 3x എഴുതുന്നു. ഓക്കെ, 3x പിന്നെ അതിനുശേഷം -4 ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 3x - 4x = -x എന്ന് കിട്ടും. അതല്ല -xനെ ഞാൻ 3x - 4x എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി ബാക്കിയെല്ലാം സെയിം. അപ്പോൾ ഇവിടെ 6x² + 3x, ഇവിടെ -2 = 0. ഇനി ഫസ്റ്റ് രണ്ട് ടേം കൺസിഡർ ചെയ്യുക. 6x² 3x. അതിൽ കോമൺ എന്തൊക്കെയുണ്ട്? 2നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ 3 കോമൺ ആണ്. പിന്നെ 2നെയും x വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ x കോമൺ ആണ്. ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് വരും? ഈ ഫസ്റ്റ് ടേം 6x² നിന്ന് 3x ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6/3 2 വരും. അതുപോലെ x²/x ഒരു x വരും. ഓക്കെ, പിന്നെ ഇവിടെ പ്ലസ് 3x / 3x എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും വരുന്നത്. ഇനി ഈ രണ്ട് നമ്പേഴ്സിൽ നമുക്ക് 2 ആണ് കോമൺ എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ 2 ആണ്, കാരണം ഒരെണ്ണത്തിൽ x ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ -2 എന്ന് കോമൺ എടുക്കാം. അപ്പോൾ -2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഈ 4xനെ -2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x എന്ന് കിട്ടും. അപ്പോൾ 2x, പിന്നെ ഇവിടെ +1. ഓക്കെ, അപ്പോൾ -2 / -2 +1. അപ്പോൾ ഇത് = 0. അപ്പോൾ ഇനി ബ്രാക്കറ്റ് ആദ്യം പുറത്തെടുക്കാം. അതായത് 2x + 1 ഇൻറ്റു ബ്രാക്കറ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് വന്നത് എന്താണ്? 3x. ഇവിടെ ബാലൻസ് വന്നത് -2. 3x - 2 = 0. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്തെഴുതാം? ഇത് 2x + 1 ഇൻറ്റു 3x - 2 ആണ് 0 വരുന്നത്. അതിനർത്ഥം ഒന്നെങ്കിൽ 2x + 1 = 0 ആയിരിക്കണം. അപ്പോൾ എന്താണ്? 2x = -1 ആയിരിക്കണം. അപ്പോൾ x = -1/2. അതാണ് ഒരു ആൻസർ. സെക്കൻഡ് ആൻസർ എന്താണ്? 3x - 2 0 ആയിരിക്കണം. ഓക്കെ, അതായത് 3x എന്ന് പറയുന്നത് 2 ആയിരിക്കണം, അല്ലെങ്കിൽ x = 2/3 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് റൂട്ട്സ് എന്താണ്? റൂട്ട്സ് ആർ -1/2 2/3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് റൂട്ട്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യേണ്ടത്. എപ്പോഴും ഓർക്കുക, നടുക്കിലുള്ള ടേമിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ആ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. അത് സമ്മ് എന്തായിരിക്കണം? ഈ നടുക്കിലുള്ള നമ്പർ ആയിരിക്കണം. ഇവിടെയുള്ള -1 എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അതിൽ പ്രോഡക്റ്റ് എന്തായിരിക്കണം? ഈ x² ലാസ്റ്റ് കിടക്കുന്ന നമ്പറും, അതായത് 6 × 2. ഓക്കെ, ഇവിടെ 2 അല്ല -2 ആണ്. അപ്പോൾ 6 × -2 -12. അപ്പോൾ ആ രണ്ട് നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. അത് വെറുതെ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് നമ്പറിൽ നിന്ന് കോമൺ എടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബ്രാക്കറ്റിനകത്ത് സെയിം വരുന്നെന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് മൊത്തത്തിൽ കോമൺ എടുക്കുക. ബാക്കിയുള്ള ടേംസും കൂടി എഴുതുക. ഓക്കെ, എപ്പോഴും രണ്ട് സൊല്യൂഷൻ കിട്ടും. ആ രണ്ട് സൊല്യൂഷനും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.